ടൊവിനോ തോമസിന്റെ ഏറ്റവും പുതിയ സിനിമ നരിവേട്ടയെക്കുറിച്ച് സംസാരിക്കാനാണ്. ഇപ്പോൾ ബഹ്റൈനിലെ ധനാമാൾ എപ്പിക് സിനിമാസ് കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അനുരാജ് മനോഹറിന്റെ രണ്ടാമത്തെ സിനിമ ഇഷ്ക് എന്നുള്ള മൂവിക്ക് ശേഷം ചെയ്ത സിനിമ ഗംഭീരമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ട്രെയിലറിനൊക്കെ എല്ലാവർക്കും മനസ്സിലായ പോലെ ഒരു ആദിവാസി സമരത്തിനെ ബേസ് ആയിട്ടുള്ള കഥയാണ്. പടം ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഗംഭീര പൊളിറ്റിക്കൽ ത്രില്ലറാണ്. ത്രില്ലർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര സസ്പെൻസ് ഒക്കെയുള്ള ത്രില്ലറല്ല, നമുക്ക് മനസ്സിലാവുന്നൊക്കെ തന്നെയാണ്. പക്ഷെ അത് പറഞ്ഞു പോയിരിക്കുന്ന രീതി, ആൾക്കാരുടെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാം ക്ലൈമാക്സിലേക്കൊക്കെ ആകുമ്പോൾ ഇമോഷണലി നന്നായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. ടൊവിനോ ഇൻട്രോയിൽ വരെ ടൊവിനോയുടെ ഒരു ക്യാരക്ടർ ആർക്ക് പോകുന്നത് കുറച്ച് റൊമാൻസ് ആയിട്ടും പിന്നെ താല്പര്യമില്ലാത്ത പോലീസിലേക്ക് കയറുന്നൊരു യുവാവായിട്ടൊക്കെയാണ്. അതിനുശേഷം പിന്നെ അദ്ദേഹം വയനാട്ടിലെത്തുന്നു. ഞാൻ സ്പോയിലർ ഒന്നും പറയുന്നില്ല, ഓൾറെഡി ട്രെയിലറിന് മനസ്സിലായ കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ നടക്കുന്ന കാര്യങ്ങളാണ്, അത് ഗംഭീരമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു നടന്ന സംഭവം നമുക്ക് വരികൾക്കിടയിൽ വായിച്ചെടുക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ സീന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുമെന്നല്ല ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് ആയിട്ട് കൊമേഴ്ഷ്യലായിട്ട് ഒരു റിയൽ ഇൻസിഡന്റ് ബേസ് ആയിട്ടുള്ള കഥയാകുമ്പോൾ കൊമേഴ്ഷ്യൽ സാധ്യതകൾ കുറച്ചിട്ടില്ല. കൊമേഴ്ഷ്യലി അത് നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. എബിൻ ജോസഫാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം നന്നായിട്ട് ഡയലോഗ്സ് ആണെങ്കിലും എല്ലാം ടച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എല്ലാ സുരാജിന്റെ ക്യാരക്ടർ ചേരൻ എനിക്ക് മലയാളത്തിൽ ഇല്ലാത്തൊരു കാസ്റ്റാണ്, ഒരു പുതുമയുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ആരെങ്കിലാണ് റോള് ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നി. ഒരു നെഗറ്റീവായിട്ടല്ല, കുറച്ചുകൂടെ ബെറ്റർ ആവുമായിരുന്നു എന്ന് തോന്നി. ജെയ്ക്സ് ബിജോയ് പിന്നെ പറയാനില്ല, കഴിഞ്ഞ എല്ലാ സിനിമകളിലും ചെയ്യുന്ന പോലെ ഇതിലും ഗംഭീരമായിട്ട് പടത്തെ നന്നായിട്ട് ഹൈ ചെയ്തിട്ടുണ്ട്. വിജയ് ആണ് ക്യാമറ ചെയ്ത് ഇരട്ട മൂവിയൊക്കെ ചെയ്ത് സമരത്തിന്റെ പോർഷൻ ആണെങ്കിൽ എല്ലാം ടെക്നിക്കൽ സൈഡ് ഒന്നും പറയാനില്ല. എല്ലാവരും നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ക്ലൈമാക്സോട് അടുക്കുമ്പോഴുള്ള ഇമോഷണലി ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ച് എനിക്ക് കണ്ണു നിറഞ്ഞു എന്ന് പറയാം. ടൊവിനോ ഇമോഷണൽ സീൻസിലൊക്കെ ഫസ്റ്റ് ഹാഫിലൊക്കെ കുറച്ച് ഇമോഷണൽ സീൻസിലൊക്കെ എനിക്ക് ഇതൊക്കെ എല്ലായിടത്തും ഇമോഷണൽ ഇടണോ എന്നുള്ളതൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ക്ലൈമാക്സിലൊക്കെ അതൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ആളത് ആ ക്യാരക്ടർ പിടിച്ചിരിക്കുന്നത് ഒക്കെ. അപ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് പൊളിറ്റിക്കൽ ത്രില്ലർ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്തായാലും നരിവേട്ട തിയേറ്ററിൽ പോയിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. താങ്ക് യു.